മലയാളികൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ള താരമാണ് മഞ്ജു വാര്യർ. ദിലീപുമായുള്ള വിവാഹത്തോടെ സിനിമാ മേഖലയിൽ നിന്നും ഇടവേളയെടുത്തെങ്കിലും പിന്നീട് വിവാഹമോചനത്തിന് ശേഷം നടി അഭിനയ ലോകത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തി. ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടിമാരിൽ ഒരാളായി നിലകൊള്ളുന്ന താരം മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയ എമ്പുരാനിൽ അതിപ്രധാനമായ വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സമകാലീനരായ മറ്റ് നായികമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നും ശക്തമായ കഥാപാത്രങ്ങൾ മഞ്ജു വാര്യരെ തേടിയെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ മഞ്ജു വാര്യരിൽ സുരക്ഷിതമായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സനൽകുമാർ പത്മനാഭൻ എന്നയാൾ മൂവി സ്ട്രീറ്റ് മലയാളം എന്ന സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് അവിശ്വസനീയമായി തിരികെ വന്ന മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിൽ വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നായി തന്റെ പേരിനെയും അടയാളപ്പെടുത്തുന്ന മഞ്ജു വാര്യരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമെന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. ആണെന്ന് വാരിപ്പിടിച്ചാൽ തളർന്നു പോകുന്ന വെറും ഒരു പെണ്ണാണ് നീ ഒരു പെണ്ണായിപ്പോയി, വെറും പെണ്ണ്. ഇങ്ങനെ നായക കഥാപാത്രങ്ങൾക്ക് വാചക കസർത്ത് നടത്തി തിയേറ്ററിൽ കയ്യടി നേടുവാനായി മാത്രം എതിർവശത്ത് നിൽക്കാനായി അതീവ ദുർബല സ്ത്രീവേഷങ്ങൾ തിരക്കഥയിൽ മനഃപൂർവ്വം തുന്നിച്ചേർത്തിരുന്ന ഒരു കാലത്ത് ആളുകളെ ചിരിപ്പിക്കണം എന്നതിനു വേണ്ടി മാത്രം ഓഫീസർ വേഷത്തിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ട് പാന്റിന്റെ സിബിടുവാൻ മറന്നുപോകുന്ന സീനുകൾ തിരുകിക്കയറ്റിയിരുന്ന കാലത്ത് സുരേഷ് ഗോപി, ബിജു മേനോൻ, മുരളി, NF വർഗീസ് തുടങ്ങിയ ആണവതാരങ്ങളുടെ പൂർണ്ണതയുള്ളവർ ഇടിവെട്ട് ഡയലോഗുകളുമായി നിരന്നു നിന്ന് കയ്യടി വാങ്ങി. ജോസഫ് വാഴക്കാലി എന്ന കാക്കിയിട്ട അതികായനെ നടുറോട്ടിൽ തടഞ്ഞു നിർത്തി വാക്കുകൾ കൊണ്ട് അനങ്ങാനാകാത്ത വിധം തളച്ചിട്ട തീപ്പൊരി പോലൊരു പെണ്ണിനെ തിരശ്ശീലയിൽ കാണിച്ചു തന്നുകൊണ്ട് കാണികളുടെ പക്കൽ നിന്നും നായകന്മാർക്ക് മാത്രം സ്വന്തമായിരുന്ന കയ്യടികൾ ചോദിച്ചു വാങ്ങിയ ഒരാളുണ്ട്. തന്റെ അനിയത്തിയുടെ പുറകെ നടന്ന് ഒരുത്തൻ ശല്യപ്പെടുത്തുന്നത് കണ്ട് ഒറ്റ ചവിട്ടിന് അവനോടൊപ്പം അവന്റെ സൈക്കിളിനെയും മറിച്ചിട്ട ശേഷം വാക്കത്തിയെടുത്ത് വീശിക്കൊണ്ട് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ നേരെ വേഷം കെട്ട് കാണിക്കാൻ ഇറങ്ങിയാൽ വെട്ടി ഉറുക്കി കളയും നിന്നെ, കേട്ടോട പന്ന എന്നൊരു ഡയലോഗോടെ കാണികളുടെ വിസിലടിയും വാരിക്കൊണ്ട് പോയൊരാൾ. തന്നെ ആക്രമിക്കാനായി പിന്തുടരുന്നവരുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് ഇറങ്ങി നിന്നിട്ട് അപ്രതീക്ഷിതമായി പിസ്റ്റൽ എടുത്ത് എതിരാളികളിൽ ഒരുവന്റെ കൈവിരൽ ചിതറിച്ചുകൊണ്ട് പ്രേക്ഷകരിൽ നിന്നും വീണ്ടും വീണ്ടും ആർപ്പുവിളികൾ നേടിയെടുത്തൊരാൾ. മലയാളം കണ്ട ഏറ്റവും വലിയ താരം നായകനായ പുതിയ സിനിമയിലും പ്രിയദർശിനി രാംദാസ് എന്ന വേഷത്തെ അത്യുജ്വലമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി അവർ കാഴ്ചക്കാരുടെ കയ്യടികൾ ഏറ്റുവാങ്ങുകയാണ്. കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും വിട്ടുവീഴ്ചകൾ ഏറെ ചെയ്ത് ഒടുവിൽ ആർക്കും വേണ്ടാതെ എവിടെയും എത്താതെ പുറന്തള്ളപ്പെട്ടു പോയി. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ ഏതുമില്ലാതെ ഭൂതകാലത്തിന്റെ നിറം